ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഐസ്ക്രീമാണ്, പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം. ഇതിന് ക്രീമോ ഐസ്ക്രീം കിറ്റോ ഒന്നും വേണ്ട, എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ 4 പാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി, ഓവറായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു അരിപ്പയിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിക്കാം. ഇനി ഒരു കപ്പിൽ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിന് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കണം, അടി പിടിക്കാതെ നോക്കുക. ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഈ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിൽ ഇട്ട് കൊടുക്കാം. ഈ മിക്സ് ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൾപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പാഷൻ ഫ്രൂട്ട് അധികം പഴുക്കാത്തതാണെങ്കിൽ അതിൻ്റെ പുളിക്കനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടിക്കാം.
ഈ സമയത്ത് ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മധുരം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒരു ഫുൾ നൈറ്റ് വെക്കണം, എന്നാലേ അത് നല്ലതായിട്ട് സെറ്റായി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഐസ്ക്രീം സ്ക്യൂപ്പ് കയ്യിലില്ലാത്തവർ ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതാക്കിയാൽ മതി, നന്നായിട്ട് ഉരുണ്ട് വരും ഇത്. അപ്പോൾ അടിപൊളി ടേസ്റ്റായ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലിപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക.